ഏവർക്കും മാസ്റ്റർ മൈൻഡിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോബ്ലംസ് ഓൺ ഏജസ് ആണ്. എല്ലാവർക്കും അറിയാം, പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. ദ റേഷ്യോ ബിറ്റ്വീൻ സുമിത് ആൻഡ് പ്രകാശ് ഈസ് അറ്റ് പ്രസന്റ് ഈസ് 2:3. സുമിത് ഈസ് 6 years younger than പ്രകാശ്. ഫൈൻഡ് ദെയർ ഏജസ്. ആദ്യം സുമിത് ഈസ് ടു പ്രകാശ്. സുമിത് ഈസ് ടു പ്രകാശ്. നിലവിലെ ഏജ് സുമിത് ആൻഡ് പ്രകാശ്, ദ റേഷ്യോ ബിറ്റ്വീൻ സുമിത് ആൻഡ് പ്രകാശ് അറ്റ് പ്രസന്റ്. നിലവിലെ ഏജ് എന്ന് പറയുന്നത്, നിലവിലെ ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. സുമിത് ഈസ് 6 years യങ്ങർ ദാൻ പ്രകാശ്. സ്വാഭാവികമായിട്ടും നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, സുമിത്തിൻ്റെ 2ഉം പ്രകാശിൻ്റെത് 3ഉം ആണ്, അല്ലേ? സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പ്രായം കുറവ് ആരായിരിക്കും? സുമിത്ത് തന്നെ ആയിരിക്കും പ്രായം കുറവ്. എത്ര വയസ്സ് കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 6 years. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, 3 - 2 എടുക്കുക. 3 - 2 എന്താണ്? 1. 1 എന്ന് പറയുന്നത് എന്താണ്? 6 years. 1 എന്ന് പറയുന്നത് 6 years. ഇത് നമുക്ക് ചെയിൻ റൂൾ വെച്ചിട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയിൻ റൂൾ അറിയാത്ത ആൾക്കാർ എൻ്റെ മുമ്പിലത്തെ നമ്മുടെ നേരത്തെ വീഡിയോ നമ്മൾ കാണുക. അതിനകത്ത് കൃത്യമായിട്ട് ചെയിൻ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 1:1 എന്ന് പറയുന്നത് എത്രയാണ്? 6 years ആണ്. അതുകൊണ്ട് 2 എന്തായിരിക്കും? ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ചെയിൻ റൂൾ പഠിച്ച ആൾക്കാർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും. 6 × 2/1 ആയിരിക്കും ആൻസർ. എത്രയാണ് വന്നേ? 12. 2 എന്ന് പറയുന്നത് 12 years. അതുപോലെ 1 6 ആണല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 എത്രയായിരിക്കും? 6 × 3/1 എത്ര വന്നേ? 18 years. 18 years. സോ ദ ഫൈനൽ ആൻസർ ഈസ് സുമിത്തിൻ്റെ പ്രസൻറ്റ് ഏജ് 12ഉം പ്രകാശിൻ്റെ പ്രസൻറ്റ് ഏജ് 18 years. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഷ്യോ ഓഫ് പ്രസൻറ്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി ഈസ് 2:3. After 30 years, the ratio of their ages will be 4:5. Find the present ages. ഇത് നമ്മൾ നേരത്തെ ചെയ്തത് വളരെ ഫണ്ടമെൻ്റൽ ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ അപ്പ് ലെവലിലോട്ട് കയറാൻ പോവാണ്. ഓക്കെ, മറ്റത് ഒറ്റ പ്രസൻറ്റ് ഏജിലുള്ളത് മാത്രമേ നമ്മൾ ചെയ്തോളായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് ഏജ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മേലോട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. പ്രസൻറ്റിലെ കാര്യമാണ് പറയുന്നത്, പ്രസൻറ്റ് ഏജ് ആണ് പറയുന്നത്. പ്രസൻറ്റ് ഏജ് ഓഫ് എ ഈസ് ടു ബി എന്താണ്? 2:3. മനസ്സിലാവുന്നുണ്ടോ? എഴുതേണ്ട രീതി മനസ്സിലായല്ലോ? അടുത്തത് 30 വർഷം കഴിഞ്ഞതിന് ശേഷം ദ റേഷ്യോ ഓഫ് ദ ഏജസ് വിൽ ബി, അതായത് ആഫ്റ്റർ 30 years, അതായത് എയുടെയും ബിയുടെയും 30 വർഷം കഴിഞ്ഞതിന് ശേഷം ഉള്ള എയുടെയും ബിയുടെയും ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? 4:5 ആണെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ പ്രസൻറ്റ് ഏജസ് എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? ഇത് വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. നേരത്തെ നമുക്ക് പ്രസൻറ്റ് ഏജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് 30 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഏജ് നമുക്ക് ഏജിൻ്റെ റേഷ്യോ പറയുന്നുണ്ട്. സിമ്പിളാണ്, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. 2 നിന്ന് 2 പേരുടെയും കോമൺ ആയിട്ട് നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉദാഹരണം, 4 - 2 എന്താണ്? 2 അല്ലേ ഡിഫറൻസ്? 5 - 3 എന്താണ്? 2 അല്ലേ ഡിഫറൻസ്? ഇപ്പം രണ്ടും നമുക്ക് കോമൺ ആയിട്ട് 2 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും 2 എന്ന് പറയുന്നത് 30 years. എന്താണ്? 2 എന്ന് പറയുന്നത് 13 years. ഡിക്റ്റോ ചെയിൻ റൂൾ, ഒരു മാറ്റവും ഇല്ല. 2 എന്ന് പറയുന്നത് 30 years. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിലെ ഏജ് എന്ന് പറയുന്ന ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. നിലവിലെ ഏജ് എന്ന് പറഞ്ഞാൽ 2:3 അല്ലേ? ഫൈൻ. ഈ 2 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടി? 30 years. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് 3 അല്ലേ കണ്ടുപിടിക്കണ്ടേ? 3 എന്ന് പറയുന്നത് 30 × 3/2. 2 15. 15 × 3 45. 3 എന്ത് വന്നു? 45. സോ ഫൈനലി നമുക്ക് പറയാൻ പറ്റും എയുടെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 30 yearsഉം ബിയുടെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 45 yearsഉം. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ പ്രസൻറ്റ് ഏജസ് ഓഫ് റാം ആൻഡ് ശ്യാം ആർ ഇൻ ദ റേഷ്യോ 5:3. 5 years from now, their ages will be in the ratio 10:7. Find Ram's present age. Find Ram's present age. നല്ല ക്വസ്റ്റ്യൻ ആണ്.
പഴയ ക്വസ്റ്റ്യൻ്റെ A:B ആ ക്വസ്റ്റ്യൻ്റെ വേറൊരു പതിപ്പാണിത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചെറിയൊരു കൊനസ്റ്റ് കിടപ്പുണ്ട്. അതെന്താ സംഭവം എന്നുള്ള കാര്യം എല്ലാവരും നോക്കുക. ദ പ്രസൻറ്റ് ഏജസ് ഓഫ്, ഇത് പ്രസൻ്റ് ആണേ, പ്രസൻറ്റിലെ കഥയാണ് ഈ പറയുന്നത്. റാം ആൻഡ് ശ്യാം. എന്താണ് റാമിൻ്റെ ശ്യാമിൻ്റെ പ്രസൻറ്റ് ഏജസിൻ്റെ റേഷ്യോ? പറഞ്ഞോളൂ. 5:3 അല്ലേ? 5:3 അല്ലേ? 5 years ഫ്രം നൗ, അതായത് നിലവിലെ സാഹചര്യത്തിൽ നിന്നും 5 വർഷം കഴിഞ്ഞതിന് ശേഷം. ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണ്? 5 years കഴിഞ്ഞു. 5 years കഴിഞ്ഞു. രണ്ടുപേരുടെയും ഏജിൻ്റെ റേഷ്യോ എന്തായിട്ട് മാറി? 10:7 ആയിട്ട് മാറി. 10:7. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദിച്ച ചോദ്യം എന്താണ്? റാമിൻ്റെ പ്രസൻറ്റേജ് എന്തായിരുന്നു? റാമിൻ്റെ പ്രസൻറ്റേജ് അല്ലേ? 5ഉം 3ഉം അല്ലേ കിടക്കുന്നേ? ഓക്കെ, ഫൈൻ. പഴയ പരിപാടി തന്നെ നേരെ ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ്? 5ഉം 10ഉം. 10 - 5 5. 7 - 3 4. ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? മറ്റേ നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടിയായിരുന്നു? രണ്ടുപേരുടെയും ഡിഫറൻസ് സെയിം ആയിട്ടായിരുന്നു കിട്ടിയത്. രണ്ടുപേരും ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടിയെന്നുണ്ടായിരുന്നെങ്കിൽ ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? കറക്റ്റായിട്ട് ഈ 5 നമുക്ക് ഈക്വൽ ടു 5 നമുക്ക് ഇട്ടിട്ട് ചെയിൻ റൂൾ ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ 5 എടുക്കുമോ 4 എടുക്കുമോ? അങ്ങനത്തെ ഡിഫറൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള ടെക്നിക്കാണ് ഇപ്പം ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, 5:3 അല്ലേ? അടുത്തത് 10:7 അല്ലേ? ഇങ്ങനല്ലേ കിടക്കുന്നത്? 10 - 7 എന്താണ്? 3 ആണ്. ആ 3യെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 - 3 2 ആണ്. ആ 2നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം, നോക്കിക്കോ. ജസ്റ്റ് 5:3ഉം 10:7ഉം ഡിഫറെൻ്റ് നമ്പേഴ്സ് അല്ലേ കിട്ടിയത്? പിന്നെ കറക്റ്റ് ആയിക്കോളും. അത് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിക്കോളൂ. 5:3 10:7. ഇപ്പോഴും നമുക്ക് ലോജിക്കൽ ഐഡിയ വേണം. അതായത് ദാ ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ 5ഉം അപ്പുറത്ത് 5ഓ അല്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പറും ദാ ഇവിടെ കിടക്കുന്ന രണ്ട് നമ്പറും സെയിം ആയാൽ മാത്രമേ നമുക്ക് 5ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ സെയിം അല്ലല്ലോ. സെയിം ആക്കാൻ നമുക്ക് സെയിം ആക്കണം. സെയിം ആക്കുന്ന ടെക്നിക്കാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. 10ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 അല്ലേ? 10 - 7 3 അല്ലേ? ആ 3യെ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 5ഉം 3ഉം ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? 2 അല്ലേ? ആ 2നെ നമ്മൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആ റേഷ്യോ കറക്റ്റായിട്ട് അങ്ങ് എഴുതിയെടുത്താൽ മതി. 5 × 3 15, 3 × 3 9, 10 × 2 20, 7 × 2 14. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ എല്ലാവരും. 20 - 15 5, 14 - 9 5. കറക്റ്റായിട്ട് തന്നെ വന്നില്ലേ? അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷ്യോ നമ്മൾ ഇനി എടുക്കരുത്. 5:3ഉം 10:7ഉം നമ്മുടെ കയ്യിൽ നിന്ന് മാറി. ഇനി നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. നിലവിലെ സാഹചര്യത്തിൽ പെർസെൻറ്റേജസ് ഓഫ് റാം ആൻഡ് ശ്യാം എന്തായി? 15:9 ആയി. അതേപോലെ 5 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഏജ് എന്ന് പറയുന്നത് 20:14 ആയി. മനസ്സിലാവുന്നുണ്ടോ? 5. ഇനിയിപ്പോൾ എളുപ്പമല്ലേ? 5 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 5 years. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ചോദിച്ചത് എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ റാംസ് പ്രസൻറ്റേജ്. റാമിൻ്റെ പ്രസൻറ്റേജ് എന്ന് പറയുന്നത് 5 15 ആണെന്നുണ്ടെങ്കിൽ 15 എത്രയാണ്? 5 15 ആണെന്നുണ്ടെങ്കിൽ 15 എന്ത് തന്നെയാണ്? 15 തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഫൈനൽ ആൻസർ എന്തായി? വാട്ട് ഈസ് ദ പ്രസൻറ്റേജ് ഓഫ് റാം? പ്രസൻറ്റേജ് ഓഫ് റാം ഈസ് 15 years. എത്രയാണ്? 15 years. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The percentages of A and B is in the ratio 3:4. 10 years ago, the ratio was 4:7. Find their percentages. അല്ലേ? നല്ല ക്വസ്റ്റ്യൻ. പഴയതിൻ്റെ അതേ ഒരു മറ്റേത് 10 years, മറ്റേത് 30 years ഫ്രം നൗ ആയിരുന്നു. പ്രസൻറ്റിൽ നിന്ന് 30 വർഷം കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. ഇവിടെ പ്രസൻറ്റിൽ നിന്ന് 10 years എഗോ ആയിരുന്നു. രണ്ടായാലും നമുക്ക് സെയിം ടെക്നിക്ക് തന്നെ, ഒരു മാറ്റവും ഇല്ല.
ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവരും നോക്കിക്കോളൂ ബോർഡിലോട്ട്. പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി. പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബിയുടെ റേഷ്യോ എന്താണ്? 3:4. ഓക്കെ, 10 years ago, 10 വർഷം മുമ്പ്. അപ്പം നമുക്ക് കുറച്ചൊന്ന് താഴോട്ട് എഴുതാം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി റേഷ്യോ എന്താണ് കിടക്കുന്നത്? 3:4. 10 years ago, 10 വർഷം മുമ്പേ, മേളിലോട്ട് കിടക്കുമോ 10 വർഷം. ദ റേഷ്യോ വാസ് 4:7. എടേ, ഈ ഒരു ഗ്യാപ്പ് അല്ലേ 10 years എന്ന് പറയുന്നത്? ഈ ഒരു ഗ്യാപ്പ് അല്ലേ 10 years? ഫൈൻ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 3 ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 1. ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 3. കറക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. എന്ത് ചെയ്യുക? പഴയ പരിപാടി, നേരത്തെ ഞാൻ പറഞ്ഞ ടെക്നിക്ക്. 3ഉം 4ഉം ഡിഫറൻസ് എന്താണ്? 1 അല്ലേ? ആ 1 മേളിൽ കൊടുക്കുക, ഇൻറ്റു 1. 7ഉം 4ഉം ഡിഫറൻസ് എന്താണ്? 3 അല്ലേ? ആ 3 താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈസ് ഈക്വൽ ടു 3 3s are 9, 4 3s are 12, 4 1s are 4, 7 1s are 7. ഇനി ഒന്ന് നോക്കിയേ, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയേ. 4ഉം 5ഉം 9, 7ഉം 5ഉം 12 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി എന്തെടുക്കുക? ഈ 5 എടുക്കുക. 5 എന്ന് പറയുന്നത് എത്ര ഇയേഴ്സാ? 10 ആണ്. 5 എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമ്മുടെ ഈ റേഷ്യോ മാറി. ഏതാ? ഈ 3:4 എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ആയി. പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്തുവാ? 3:4 എന്ന് പറയുന്നത് ചേഞ്ച് ആയി. അപ്പുറത്തോട്ട് എന്തായി? 9:12. ഇനി ഇത് വേണ്ട, 3:4 4:7 നമുക്ക് വേണ്ട. പുതിയ റേഷ്യോ എടുക്കുക കേട്ടോ. 5 എന്ന് പറയുന്നത് 10, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട എന്താണ്? ഫൈൻഡ് ദ പെർസെന്റേജിൽ നോക്കണത്. പെർസെന്റേജ് എന്താണ് ചേഞ്ച് ആയി? 9 ആയിട്ട് ചേഞ്ച് ആയി. 5 10 ആണെന്നുണ്ടെങ്കിൽ പെർസെന്റേജ് 9 എന്താവും? എയുടെ പെർസെന്റേജ് 5 × 2 അല്ലേ 10? അപ്പം 9 × 2 എന്തായി? എയുടെ ഏജ് 18 ആയി. എയുടെ ഏജ് 18. 5 10 ബിയുടെ ഏജ് എന്തായിട്ട് മാറി? 12 അല്ലേ? 5 × 2 അല്ലേ? അപ്പം 12 × 2 എത്രയായി? 24 years. ഇപ്പം ആൻസർ എന്തായി? എയുടെയും ബിയുടെയും പ്രസന്റ് ഏജസ് എന്ന് പറയുന്നത് 12ഉം 24ഉം ആയിട്ട് മാറി. എന്തായിട്ട് മാറി? സോറി, 12 × 4 18 × 24. 18ഉം 24. ഇവിടെ 9 അല്ലേ? 9ഉം 12 ആയിട്ടല്ലേ മാറി? × 2 അല്ലേ? റൈറ്റ്. 9 × 2 18, 12 × 2 24. ഫൈൻ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ മികച്ച ഒരു നിലവാരമുള്ളൊരു ചോദ്യമാണിത്. വളരെ മികച്ച ചോദ്യം. ഇത് നല്ല ചോദ്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. നേരത്തെ കണ്ട 4 ക്വസ്റ്റ്യനും അതിൻ്റെ വേറൊരു കുറച്ച് അപ്പ് ലെവലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് നമ്മൾ എത്ര കറക്റ്റായിട്ട് ചെയ്താലും ലാസ്റ്റ് വരുമ്പോൾ ഇതിനകത്തൊരു ടെക്നിക്ക് കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ 10 years ഹെൻസ് വിൽ ബി 5:3. അതായത് റേഷ്യോ ഓഫ് ഫാദർ ആൻഡ് സൺ, ഫാദറിൻ്റെയും സണ്ണിൻ്റെയും ഏജിൻ്റെ റേഷ്യോ ആണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? 10 years ഹെൻസ്, 10 വർഷം ഇന്നേക്ക് 10 വർഷം കഴിഞ്ഞതിന് ശേഷം ആ റേഷ്യോ എന്തായിട്ട് മാറി? 5:3. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ്, നിലവിൽ നിന്നിട്ട് 10 വർഷം നിലവിൽ നിൽക്കുവാണേ, 10 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. 10 വർഷത്തിന് മുന്നേ ഉള്ള കഥ 3:1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് സൺ ടു ദാറ്റ് ഓഫ് ഹിസ് ഫാദർ അറ്റ് പ്രസന്റ്. ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പം എല്ലാവരും ഒന്ന് ആലോചിച്ച്, നമ്മൾ ആദ്യം എന്തായിരുന്നു പഠിച്ചത്? ഏജിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ജസ്റ്റ് ബേസ് ആദ്യം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്നില്ല പഠിച്ചേ? ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 10 years ഫ്രം നൗ പഠിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ എന്തോ പഠിച്ചത്? 10 years എഗോ പഠിച്ച്. ഇതിപ്പോൾ എന്താ വന്നേ? രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് വരുന്ന സംഭവം നമുക്ക് വന്നേക്കുന്നത്. ഓക്കെ ഫൈൻ, നമുക്കൊന്ന് പരിചയപ്പെടാം. റേഷ്യോ ഓഫ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ. ലെറ്റ് നിലവിൽ നമുക്ക് പ്രസൻറ്റിലെ അവസ്ഥ നമുക്ക് എടുക്കാം. പ്രസന്റ് അവസ്ഥ ഫാദർ ഈസ് ടു സൺ. നിലവില പ്രസന്റിലെ അവസ്ഥ എന്താണ്? നമുക്കറിയില്ല. F(s) എന്ന് കിടക്കട്ടെ അല്ലേ? 10 years ഹെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 വർഷത്തിന് ശേഷം.
10 years hence will be 5:3. ഇവിടുന്ന് ഒരു പ്ലസ് 10 വർഷം കഴിഞ്ഞ ശേഷം ഫാദർ ഈസ് ടു സൺ റേഷ്യോ എന്തായിട്ട് മാറി? 5:3. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്ലസ് 10 ആണേ. ഇനി 10 years ago 10 വർഷം മുമ്പ് മൈനസ് 10 വർഷം മുമ്പ് റേഷ്യോ എന്തായിട്ട് മാറി? 10 വർഷം മുമ്പ് 3:1. എന്ത് ചെയ്യും? എല്ലാവരും ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചേ, കൃത്യമായിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ചേ. മേളിലോട്ട് ഇത് താഴോട്ട് അല്ലേ? മേളിലോട്ട് 10 വർഷമല്ലേ, താഴോട്ടും 10 വർഷമല്ലേ? സ്വാഭാവികമായിട്ടും ഈ 5ഉം ഈ 3ഉം ഇവർ തങ്ങളിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20 വർഷമല്ലേ? 10 + 10 20 വർഷം. എല്ലാവരും ഒന്ന് നോക്കിക്കേ. 5 - 3 എന്താ വന്നേ? 2. ഡിഫറൻസ് എത്രയാ വന്നേ? 2. 3 - 1 ഡിഫറൻസ് എത്രയാ വന്നേ? 2. അപ്പം ഇനി മറ്റേ നമ്മൾ സെയിം ആക്കാൻ വേണ്ടിയുള്ള പരിപാടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എടേ 2 എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് 20 ആണ്. 2 എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയ്തർ യു ക്യാൻ ഫൈൻഡ് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് 10 മൈനസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ 10 വർഷം മുന്നേ ഉള്ളൊരു സംഭവം ഏജ് കണ്ടുപിടിച്ചിട്ട് പ്ലസ് 10 അടിക്കാം. നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ 10 വർഷം മുന്നേ ഉള്ളതൊന്ന് കണ്ടുപിടിക്കാൻ പോവുക, എന്നിട്ട് ഞാൻ പ്ലസ് അടിക്കാൻ പോവുക. ഞാൻ 10 വർഷം മുമ്പേ ഉള്ള ഏജാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. റേഷ്യോയിൽ ചോദിച്ചേക്കുന്നത് 3. ഫാദറിൻ്റെ ഏജ് എന്താ വരും? 3 അല്ലേ? 2:20 ആണെന്നുണ്ടെങ്കിൽ 3 എത്രയായിരിക്കും? 30 അല്ലേ? 2:20 ആണെങ്കിൽ 3 എന്ന് പറയുന്നത് 30. ഇൻറ്റു 2 × 10, ഇവിടെ 3 × 10. ഇനി 2:20 ആണെന്നുണ്ടെങ്കിൽ 1 എന്തായിരിക്കും? 10. ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് എന്തുവാ കിട്ടിയേ? 30. ഇവിടെ നമുക്ക് എന്താ കിട്ടിയേ? 10. 30ഉം 10ഉം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. 30ഉം 10ഉം അത് എത്ര വർഷം മുമ്പുള്ള ഏജാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? 10 വർഷം മുമ്പേ ഉള്ള ഏജാണ് കിട്ടിയേക്കുന്നത്. 10 വർഷം മുമ്പേ 30 വയസ്സ്, 10 വർഷം മുമ്പേ 10 വയസ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോഴത്തേക്കുള്ളതല്ലേ നിലവിലെ ഏജ് എന്ന് പറയുന്നത്? 30 + 10 40. ഫാദറിൻ്റെ ഏജ് 40. സണ്ണിൻ്റെ ഏജ് 10 + 10 20. സണ്ണിൻ്റെ ഏജ് 20. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ എടുത്തുചാട്ടം ചാടി ഫാദർ ഈസ് ടു സൺ അല്ലേ ആൻസർ? 40:20 ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1. എഴുതി വെക്കരുത്, പൊട്ടത്തെറ്റാണ്. ക്വസ്റ്റ്യൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് കറക്റ്റ് 2:1 നമ്മുടെ ഓപ്ഷനിൽ കാണും കേട്ടോ. കറക്റ്റ് 2:1 ഓപ്ഷനിൽ കാണും, നമ്മൾ മാർക്ക് ചെയ്യരുത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് സൺ ഈസ് ടു ഫാദർ ആ ചോദിച്ചേക്കുന്നത്. സൺ ഈസ് ടു ഫാദർ വരുമ്പോഴത്തേക്ക് 20:40 അല്ലേ ആൻസർ? 20:40. 1:2. തെറ്റിപ്പോവരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെ 1:2 വന്നതെന്നുള്ള കാര്യം? ഓക്കെ അല്ലേ? ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട, നേരെ പ്രസൻറ്റേജ് ആദ്യം എഴുതുക. ഫാദർ നമുക്കറിയത്തില്ല, ഫാദർ ഈസ് ടു സൺ എടുക്കുക. എന്നിട്ട് നമ്മുടെ പഴയ പരിപാടി എന്ത് ചെയ്യുക? 10 വർഷത്തിന് മുമ്പേ ഉള്ള റേഷ്യോ 3:1, 10 വർഷത്തിന് ശേഷമുള്ള റേഷ്യോ 5:3. എന്നിട്ട് ഇവർ തങ്ങളുള്ള ഹോൾ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 20 വരുന്നത്. അപ്പം 2 എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ 5 - 3ഉം 3 - 1ഉം സെയിം ആയിട്ട് തന്നെയല്ലേ കിട്ടിയത്? 5 - 3 2, 3 - 1 2. അഥവാ ഇത് സെയിം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. ശരി, 2 20 കിട്ടി. അതുകൊണ്ട് ഞാൻ 10 വർഷം മുമ്പത്തുള്ള ഏജ് കണ്ടുപിടിക്കുക. 3 എന്താണ്? 30. 1 എന്ന് പറയുന്നത് 10. സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഫാദറിന്റെ ഏജ് നിലവിലെ ഏജ് പ്ലസ് 10 അടിച്ചു, 40 വന്നു. അപ്പുറത്ത് 20 വന്നു. 40:20 ചെയ്യരുത്. ആൻസർ നോക്കുക. സൺ ഈസ് ടു ഫാദർ ആ ചോദിച്ചേക്കുന്നത് 20:40. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ശരി, ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കണക്കാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൻ ഇൻ എ കമ്മിറ്റി ഈസ് 5:6. ഇഫ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഫ് മെൻ ആൻഡ് വുമൻ ബൈ 20% and 10% respectively, what will be the new ratio? ഒരു കാര്യങ്ങളുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെൻ ഈസ് ടു വുമൻ. മെൻ ഈസ് ടു വുമൻ്റെ റേഷ്യോ എന്താണ്? 5:6. എന്താണ്?
5:6. അഥവാ 5:6 നമുക്ക് വേറെ രീതി എങ്ങനെ എഴുതാം? 5/6 എന്ന് എഴുതാം അല്ലേ? ഇഫ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഫ് മെൻ ആൻഡ് വുമൻ ബൈ 20% ആൻഡ് 10% റെസ്പെക്റ്റീവ്ലി. 5ന്റെ കൂടെ എന്താണ് കൂടിയത്? 5ന്റെ കൂടെ എന്താ കൂടിയത്? 5ന്റെ 20% കൂടി. 5ന്റെ 20% എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 5ന്റെ 20% 1. 5 + 1. ന്യൂ റേഷ്യോ 10% കൂടിയപ്പം 5 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിയാൽ മതി. 5 + 5ന്റെ 20% 1. അത്രയും മതി. പ്ലസ് 6ന്റെ എത്ര പെർസെൻറ്റേജ് ആ കൂട്ടിയേ? 10%. 6ന്റെ 10% എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 6 × 10/100. 6/10 ആൻസർ ഈസ് 0.6. ചുരുക്കി പറഞ്ഞാൽ 5ന്റെ കൂടെ 20% കൂടിയപ്പം 1 ആയി. 6ന്റെ കൂടെ 10% കൂടിയപ്പം 6 + 0.6 ആയി. 6 + 0.6 ആയി. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ കോൺസെപ്റ്റ്. 5 + 1 എന്താണ്? 6. 6 + 0.6 എന്താണ്? 6.6. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/6.6 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ജസ്റ്റ് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വന്നു? 60/66. 60 പുതിയ റേഷ്യോ 60/66. കട്ട് ചെയ്യുക. 6 10 കട്ട് ചെയ്യുക. 6 വെച്ച് കട്ട് 11. ഫൈനൽ ആൻസർ 10:11. ന്യൂ റേഷ്യോ 5ന്റെ ന്യൂ റേഷ്യോ എന്താ വന്നേ? 10:11. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഉറപ്പാണോ? എന്തെങ്കിലും സംശയമുണ്ടോ? എല്ലാവരും കൃത്യമായിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. ഓക്കെ, താങ്ക് യു.